ആഗോള ശ്രദ്ധ മുഴുവൻ പശ്ചിമേഷ്യയിലെ മിസൈൽ പരീക്ഷണങ്ങളിലും അമേരിക്ക ഇറാൻ നയതന്ത്ര സംഘർഷങ്ങളിലും പതിഞ്ഞിരിക്കുമ്പോൾ ലോകം തിരിച്ചറിയാതെ പോകുന്ന മറ്റൊരു നിശബ്ദ യുദ്ധം ഡിജിറ്റൽ ലോകത്ത് അതിവേഗം വ്യാപിക്കുകയാണ്. പരമ്പരാഗത യുദ്ധഭൂമികളായ മരുഭൂമികളോ കടൽ തീരങ്ങളോ അല്ല, മറിച്ച് കമ്പ്യൂട്ടർ സ്ക്രീനുകൾക്കും സൂം മീറ്റിംഗുകൾക്കും ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾക്കും പിന്നിലാണ് ഈ പുതിയ പോരാട്ടം നടക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള വാക്പോരുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ലോകത്തെ പ്രമുഖ സാമ്പത്തിക പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള അതിസങ്കീർണമായ ഒരു സൈബർ ശൃംഖലയുടെ സാന്നിധ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അമേരിക്കൻ IT കമ്പനികളെയും സ്റ്റാർട്ടപ്പുകളെയും ഞെട്ടിച്ചുകൊണ്ട് വിദൂര ജോലി തേടിയെത്തുന്ന പ്രൊഫൈലുകളായിട്ട് നടിച്ച് കടന്നുകൂടിയ ഒരു സംഘം ലക്ഷക്കണക്കിന് ഡോളറാണ് ഉത്തര കൊറിയയിലേക്ക് കടത്തിയിരിക്കുന്നത്. നാഷണൽ പബ്ലിക് റേഡിയോ, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വ്യാജരേഖകളും ഡിജിറ്റൽ കൃത്രിമത്വവും ഉപയോഗിച്ച് ഈ സംഘം അമേരിക്കൻ കമ്പനികളുടെ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ മാസവും ശമ്പളമായി ലഭിക്കുന്ന തുക ഉത്തര കൊറിയൻ ആണവായുധ പദ്ധതികൾക്കും മറ്റ് സൈനിക ആവശ്യങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തുന്നതുമായാണ് സുരക്ഷാ ഏജൻസികളുടെ കണ്ടെത്തൽ. ഒരു കമ്പനിയുടെ ആഭ്യന്തര വിവരങ്ങൾ ചോർത്തുന്നതിലുപരി ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ വിള്ളലുകൾ വീഴ്ത്താൻ ഇത്തരം സ്ലീപ്പർ സെൽ IT ജീവനക്കാർക്ക് സാധിക്കുന്നുവെന്നത് ഭരണകൂടങ്ങളെ അമ്പരപ്പിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യ ഒരു നിഗൂഢ ആയുധമാക്കി മാറ്റി ശത്രുരാജ്യങ്ങളുടെ മണ്ണിൽ കാലുകുത്താതെ തന്നെ അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഈ രീതി വരുംകാല യുദ്ധമുറകളുടെ വ്യക്തമായ സൂചനയാണ്. ഈ ശൃംഖലയുടെ രഹസ്യം പുറത്തു കൊണ്ടുവന്നത് വിർജീനിയ ആസ്ഥാനമായ സൈബർ സുരക്ഷാ സ്ഥാപനം നടത്തിയ അന്വേഷണമാണ്. ജോ എന്ന പേരിൽ അപേക്ഷിച്ച ഒരാളുടെ അസാധാരണ പ്രവർത്തനങ്ങളാണ് സംശയങ്ങൾക്ക് തുടക്കമിട്ടത്. ഒരേ സമയം നിരവധി ജോലികൾ കൈകാര്യം ചെയ്യുകയും ദിവസേന ഡസൻ കണക്കിന് അപേക്ഷകൾ നൽകുകയും ചെയ്ത ഈ വ്യക്തി സാധാരണ തൊഴിലാളികളുടെ പരിധികളെ മറികടക്കുന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചത്. നിയമന പ്രക്രിയയിൽ കണ്ട പൊരുത്തക്കേടുകൾ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണത്തിന് വഴിവെച്ചു. അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇത് ഒരു വ്യക്തിയുടെ പ്രവർത്തനമല്ല, മറിച്ച് കൃത്യമായി ഏകോപിപ്പിച്ച ഒരു ടീം ഓപ്പറേഷനാണെന്ന് വ്യക്തമായി. കമ്പനി നൽകിയ ലാപ്ടോപ്പുകളും വഴി നടത്തിയ നിരീക്ഷണത്തിൽ ഇവർ തമ്മിൽ സജീവമായ ആശയവിനിമയം നടത്തി, ജോലികൾ പങ്കുവച്ചു, ഒരേ ലക്ഷ്യത്തോടെ മുന്നേറുന്ന ഘടനാപരമായ ഒരു ശൃംഖലയായി പ്രവർത്തിച്ചു. ജിഫുകൾ പങ്കുവയ്ക്കുകയും ഇംഗ്ലീഷിൽ സ്വാഭാവികമായി സംസാരിക്കുകയും ഓൺലൈൻ സൗഹൃദങ്ങൾ വഴി സ്ഥാപിക്കുകയും ചെയ്ത ഇവർ പുറത്തുനിന്നും ഒരു സാധാരണ കോർപ്പറേറ്റ് ടീമിനെ പോലെ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അതിന്റെ പിന്നിൽ മറഞ്ഞിരുന്നത് വളരെ ഗൗരവമുള്ള ഉദ്ദേശങ്ങളാണ്. സാമ്പത്തികമായി നോക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വിസ്മയിപ്പിക്കുന്നതാണ്. ചില പ്രവർത്തകർ പ്രതിവർഷം $3 ലക്ഷം സമ്പാദിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 90% ഉത്തര കൊറിയയിലേക്ക് തിരികെ പോകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മാർഗങ്ങൾ വഴി വിദേശ നാണ്യം സമാഹരിക്കുന്ന ഒരു പുതിയ തന്ത്രമാണിതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ചില കേസുകളിൽ അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട അത്യധികം സെൻസിറ്റീവ് വിവരങ്ങൾ വരെ മോഷ്ടിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മറ്റിടങ്ങളിൽ കമ്പനികളുടെ പ്രൊപ്രൈറ്ററി ഡാറ്റ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയും ചെയ്തു. ചിലർ പ്രത്യേകിച്ചും ക്രിപ്റ്റോ കറൻസി മേഖലയെ ലക്ഷ്യമിട്ടതും ശ്രദ്ധേയമാണ്. കണ്ടെത്താൻ പ്രയാസമുള്ളതും വേഗത്തിൽ മാറ്റിവെക്കാനാകുന്നതുമായ ഈ ഡിജിറ്റൽ ആസ്തികൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ വഴിയാണ്. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സൈബർ നീക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയിൽ നിന്നും കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണം ഈ ഘട്ടത്തിൽ കൂടുതൽ ശക്തമാവുകയാണെന്നാണ് ഒരു വിഭാഗം നിരീക്ഷകർ പറയുന്നത്. അമേരിക്ക ഇറാനെതിരെ നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ അമേരിക്കൻ കമ്പനികൾക്കുള്ളിൽ തന്നെ കടന്നുകയറി സാമ്പത്തിക സ്രോതസ്സുകൾ കൈക്കലാക്കുന്ന ഉത്തര കൊറിയയുടെ ഈ തന്ത്രം ഇറാന് നൽകുന്ന പരോക്ഷമായ പിന്തുണ കൂടിയാണ്. ശത്രുവിനെ അവരുടെ മണ്ണിൽ കാലുകുത്താതെ തന്നെ സാമ്പത്തികമായും സാങ്കേതികമായും തളർത്തുക എന്ന ഇറാൻ ഉത്തര കൊറിയൻ അച്ചുതണ്ടിന്റെ ഏറ്റവും മികച്ച നീക്കമായാണ് വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ഇതൊരു സൈബർ തന്ത്രം എന്നതിലുപരി ബുദ്ധിയുടെയും സംവിധാനങ്ങളുടെയും യുദ്ധം എന്ന പുതിയ ആശയത്തെ മുന്നോട്ട് വയ്ക്കുന്നു. നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി സംവിധാനങ്ങൾക്കുള്ളിൽ തന്നെ ഇടം പിടിച്ച് സ്വാധീനം ചെലുത്തുക, ഇതാണ് ഈ രീതിയുടെ പ്രത്യേകത. സൈബർ സുരക്ഷ എന്നത് കേവലം ഡേറ്റ സംരക്ഷണമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പരമപ്രധാനമായ പ്രതിരോധമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭാവിയിലെ യുദ്ധങ്ങൾ കാണാൻ കഴിയാത്ത രീതിയിലായിരിക്കും. സൈനിക ശക്തിയും പരമ്പരാഗത ആയുധങ്ങളും മാത്രമല്ല, ഡിജിറ്റൽ ഐഡന്റിറ്റികളും റിമോട്ട് ജോലികളും കോർപ്പറേറ്റ് സംവിധാനങ്ങളും ഇനി പുതിയ യുദ്ധമേഖലകളായി മാറിയിരിക്കുകയാണ്. ഒരാൾ ഒരു കമ്പനിയിൽ ജോലി നേടുന്നത് പോലും ഇനി ഒരു സാധാരണ നിയമന പ്രക്രിയ എന്നതിലുപരി ഒരു രാജ്യത്തിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ടെന്നതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. ഇന്നത്തെ ലോകത്ത് ശക്തി എന്നത് ആയുധങ്ങളിലോ സൈനിക ശക്തിയിലോ മാത്രം അളക്കപ്പെടുന്നില്ല, മറിച്ച് സാങ്കേതിക വിദ്യ എത്രത്തോളം മികച്ച രീതിയിൽ ഉപയോഗിക്കാം എന്നതിലാണ് അതിന്റെ യഥാർത്ഥ രൂപം മറഞ്ഞിരിക്കുന്നത്. പരമ്പരാഗത യുദ്ധഭൂമികളിൽ നിന്ന് മാറി
ഡിജിറ്റൽ ലോകം തന്നെ ഇന്ന് രാഷ്ട്രങ്ങളുടെ മത്സരവേദിയായി മാറിയിരിക്കുകയാണ്. അതിൽ വിജയിക്കുന്നത് പലപ്പോഴും കാണാൻ കഴിയാത്ത നീക്കങ്ങളിലൂടെയായിരിക്കും. ഉത്തര കൊറിയയുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഇത്തരം ഓപ്പറേഷനുകൾ പരിമിതമായ വിഭവങ്ങളുള്ള രാജ്യങ്ങൾ പോലും ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പുതിയ മാർഗങ്ങളെ സൂചിപ്പിക്കുന്നു. തുറന്ന യുദ്ധങ്ങൾക്കപ്പുറം സാമ്പത്തികവും സൈബറും ചേർന്ന ഇത്തരം തന്ത്രങ്ങൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് ലോകം നീങ്ങുന്നത്. നാം അയക്കുന്ന ഒരു ലളിതമായ ഇമെയിൽ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ കോൾ പോലും മറ്റൊരു രാജ്യത്തിന്റെ സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണെന്ന ഭീതിദത്തമായ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്.